കൂടാതെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്കൂട്ടർ വിഭാഗത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളതും അടിച്ചുപൊളിക്കായിട്ടൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു അപ്രീലിയമായിട്ടാണ് കേട്ടോ. അപ്രീലിയയെ കുറിച്ചൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. മൈലേജ് നോക്കിയിട്ട് വാങ്ങുന്നൊരു വാഹനമല്ല, പവർഫുള്ളായിട്ടുള്ള കരുത്താഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അടിച്ച് കയറി പോകാനും അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതിൻ്റെ 2 മിറർ വെച്ചിട്ടില്ല. കാരണം ഈ പിള്ളേരുകൾ അടിച്ചു പൊളിക്കായിട്ട് ഉപയോഗിക്കുന്നതായാൽ പോലും അല്ലാത്തവരും ഉപയോഗിക്കുന്നുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. മിക്കവാറും പിള്ളേരൊക്കെ ഈ മിററും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് അബ്രൈലിയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൊടുക്കാനുള്ളത്. ചീപ്പ് റേറ്റിന് ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഈ പ്രൈസിന് നിങ്ങൾക്ക് വേറെ എവിടെയും അപ്രീലിയ ഈ മോഡൽ കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിലയ്ക്ക് അപ്രീലിയ 2017 മോഡൽ ഞാൻ പറയുന്ന വിലയ്ക്ക് കിട്ടുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ടാണ്. കിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ വിശേഷം കിടക്കുന്നതിന് മുന്നേ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഒക്കെ ഞെക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ വണ്ടി വിറ്റുപോയി എങ്ങനെയാണ് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തമ്പനയിലെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് വിറ്റുപോയി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2017 മോഡൽ സെക്കൻഡ് ഓണറായിട്ടുള്ള ഈ അപ്രീലിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ കഥ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ചെറിയ വീട്ടിലേക്ക് സ്വാഗതം. ഫ്രണ്ടിൽ വരികയാണെങ്കിൽ 2 മിറർ ഇല്ലാത്തതിൻ്റെ അപാകതയാണോ ഭംഗിയാണോ ഉള്ളതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. മിറർ ഉള്ളതാണ് എനിക്കിഷ്ടം, എന്നാൽ പിള്ളേർ സെറ്റുകൾക്ക് മിറർ ഇല്ലാത്തതാണ് ഇഷ്ടം. അപ്പോൾ നിലവിൽ ഈ കാണുന്ന വൈസറിൻ്റെ അവിടെ ചെറിയ ദീപാകാണ് സ്ക്രാച്ച് ഉണ്ട്. പിന്നെ ഈ മിററിൻ്റെ ഇവിടെയൊക്കെ എന്തോ ഒരു ചെറിയ പശ എങ്ങനെ ഒലിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെ വല്ല ഒട്ടിക്കുക കാര്യങ്ങൾ എന്താ ചെയ്തിട്ടുണ്ടാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വണ്ടിയുടെ കൂടുതൽ അഗാധമായിട്ടുള്ളൊരു പഠനമൊക്കെ നടത്തേണ്ട കാര്യം, കാരണം ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടും എന്നുള്ളതാണ്. പിന്നെ ചെറുവക പണികളൊക്കെ എന്തായാലും ഉണ്ടാവുന്നേ. അപ്പോൾ അത്രയ്ക്കുള്ള പ്രൈസാണ് ആൾ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇത് ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്, ഇവിടെ ഒരു സംഭവമുണ്ട്. ഇവിടേക്ക് വരികയാണെങ്കിൽ ഇത് ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്. ഇതൊക്കെ ഉള്ളൂ. ഇതൊന്നും കൃത്യമായിട്ട് അങ്ങനെ എന്തൊരു പറയുക വിധേയമാക്കേണ്ടതല്ല. പിന്നെ ഇത് ഈ ഒരു സൈഡ് കണ്ടോ, ഇതിവിടെ പെയിൻറ്റ് പോയിട്ട് അതിൻ്റെ ഫൈബറിൻ്റെ ബോഡിയുടെ വൈറ്റ് കളർ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒന്നും വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. മഡ് ഗാർഡിൻ്റെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റെമ്പിൻ്റെ അവിടെ ഓയിലേക്ക് കാര്യങ്ങളൊന്നും കാണാനില്ല. ആലോയിലാണ്, ഫ്രണ്ട് ഡിസ്ക്കാണ്. കാരണം നല്ല കീറാൻ പറ്റുന്നൊരു വണ്ടിയാണ്. പിന്നെ ഇവിടെ ഒന്നും വേണ്ട ഓയിലേക്ക് കാര്യങ്ങളൊന്നുമില്ല. വേറെ ഇവിടെ നിന്ന് അങ്ങനത്തെ പെയിൻറ്റിൻ്റെ പ്രശ്നമില്ല. ഇവിടെ കുറച്ച് അഴുക്കുണ്ടെന്നുള്ളതേ ഉള്ളൂ. ടയർ കണ്ടീഷൻ നല്ല പക്കയാണ്. ടയർ ഒരു 80% മുകളിലുണ്ട്. ഇനി ഇവിടേക്ക് ഇവിടെ നിന്ന് സ്ക്രാച്ച് ആയതിന് സംഗതി ഇല്ല. ഇവിടെ മാത്രമാണ് സ്ക്രാച്ച് ആയതിന് സംഗതി ഉള്ളൂ. ഇതേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ലുക്ക് ഇടുക. അങ്ങനെ നോക്കുമ്പോൾ കണ്ടോ. ഇനി ഇവിടേക്ക് വരുവാണെങ്കിലും ഇവിടെ ഒരു സ്റ്റിക്കർ പറഞ്ഞു പോയതിൻ്റെ ഒരു പാടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ചെറിയ അങ്ങിങ്ങായിട്ടുള്ള ചെറിയ സ്റ്റിക്കറിൽ ചെറിയ കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ പുട്രസ് ഉണ്ടായെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ അതില്ലാന്ന് തോന്നുന്നു, ഊരി വെച്ചേക്കാന്ന് തോന്നുന്നു. ഊരി കളഞ്ഞതാണ്, ഊരി പോയതാണെന്നാണ് ഇവിടെ. പിന്നെ ഈ വാതിക വരുമ്പോൾ അവിടെ ഇവിടേക്ക് ഓയിൽ ഒഴിച്ചിന് പാടനൊന്ന് ക്ലീൻ ചെയ്താൽ സെറ്റാക്കി എടുക്കാം, കഴുകി വാഷ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. മാറാല പിടിച്ചിരിക്കുന്നുണ്ട്. ഈ വാതിക വരുമ്പോൾ ടയറിൻ്റെ വാതിക വരാണ്. ടയർ ഇത് 80% മുകളിൽ ടയർ ഉപയോഗിക്കാണ്ട് ഇതും അലോയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി പുറത്തുവെച്ചാൽ ഗ്രാബ് റെയിലിനൊന്നും ഒരു കുഴപ്പമില്ല. ടൈൽ ലാമ്പിൻ്റെ അവിടേക്ക് വരുമ്പോൾ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇവിടെ മഡ് ഗാർഡൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ചെറിയ പൊട്ടലുണ്ട് കേട്ടോ, വേണ്ട. അത് മാത്രമാണ് മഡ് ഗാർഡിൻ്റെ അവിടേക്ക് വരുമ്പോൾ കാണുന്നത്. പിന്നെ ഈ സൈലൻസറിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഇവിടെ പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടാണ് ആകെ ഒരു ഗിരിഗിരിന്ന് ഇരിക്കണേണ്ട, ചെറു പിടിച്ച പോലെ ഇരിക്കും. പിന്നെ ഇവിടെ ഒന്ന് വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. പെയിൻറ്റിൻ്റേതായ ചെറിയൊരു കുറവുണ്ട്. ഇങ്ങനെ ഇവിടെ ഇത് വരുമ്പോൾ ഇവിടെ ഒരു കുത്തുണ്ട് കേട്ടോ. ഇതാണ് സംഗതി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞെട്ടും. അതുപോലത്തെ ഒരു സംഭവമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. സീറ്റ് കവർ വേണ്ട, അവിടെ ഇവിടെ ചെറിയ ഓട്ടോൻ്റെ ഒരു സീറ്റ് കവർ മേടിച്ചിടുന്നതായിരിക്കും നന്നാവുക. ഇതിൻ്റെ ഫ്രണ്ട് വെച്ചാൽ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. ഒന്നുമില്ല ഇവിടെ പ്രത്യേകിച്ച് പറയാനായിട്ട്. മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം സംഭവമുണ്ട്. ഇവിടെയൊക്കെ ഒന്നും ഒരു പെയിൻറ്റിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് ഈ കാണുന്നൊരു വണ്ടിയാണ്. അപ്പോൾ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തലൂരാണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പൊല്യൂഷൻ പുതിയത് എടുത്തു തരാമെന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസും പുതിയത് എടുത്തു തരാമെന്ന് പറയുന്നത്. 150 cc ആണ് അബ്രൈലിയ. അപ്പോൾ 2017. ഇനി ഇതിൻ്റെ ലോണിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, ലോണല്ല പ്രൈസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാം. വെറും 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി നന്നാക്കാം. 20,000 രൂപയിൽ കുറവിൽ നിങ്ങൾക്ക് 2017 മോഡൽ അപ്രീലിയ കിട്ടും. ഓടാത്ത വണ്ടിയല്ല കേട്ടോ, ഓടണ വണ്ടി. ടയർ കണ്ടീഷൻ, ബാറ്ററി കണ്ടീഷൻ ഒക്കെ സെറ്റാണ്. ഈ വണ്ടിക്ക് വെറും 20,000 രൂപയ്ക്ക് കൊടുക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ വെറും 2,000 രൂപ എടുക്കാനുണ്ടോ, ബാക്കി ഫുള്ള് ലോൺ ഇട്ട് തരാം. എങ്ങനെയുണ്ട്? അപ്പോൾ 10 പൈസ കയ്യിലില്ല, ആകെ 10 പൈസ കയ്യിലില്ല എന്നല്ല, നിസാര പൈസ കയ്യിലുള്ളൂ. നിങ്ങൾക്കൊരു അപ്രീലിയ വേണം. പിന്നെ പൈസ കയ്യിലില്ലാണ്ട് വണ്ടി കൊണ്ടു നടക്കാൻ പറ്റുന്ന എനിക്ക് തോന്നല്ല. കാരണം ഇതിന് മൈലേജൊക്കെ ഷോർട്ടായിരിക്കും. ഞാൻ അടിച്ച് മിന്നിച്ച് പോണ വണ്ടിയല്ലേ. മൈലേജ് കുറവായിരുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനിത് അധികം ഉപയോഗിച്ചിട്ടില്ല. വെറും 20,000 രൂപയ്ക്ക് 2017 മോഡൽ വണ്ടി. അപ്പോൾ
അതൊരു ചെറിയ വെല്ലുവിളി പോലെ ഏറ്റെടുത്തോളൂ. ഇതിന് പ്രൈസ് കുറവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാവുന്നതാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ തലൂരാണ് വണ്ടി ഇരിക്കുന്നത്. 2017 മോഡൽ അപ്രീലിയ, വേറെ 20,000 രൂപ. പുതിയ ഇൻഷുറൻസ്, പുതിയ പൊല്യൂഷൻ, ടയർ കണ്ടീഷൻ പക്ക, എല്ലാം 80% മുകളിലുണ്ട്. സെൽഫ് സ്റ്റാർട്ട്, അലോയ് വീൽ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടി. താല്പര്യമുള്ളവർ വിളിക്കുക. ലോൺ വേണമെങ്കിൽ ലോൺ കിട്ടും. ഇല്ലെങ്കിൽ 20,000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ വില വെച്ച് നിങ്ങൾക്ക് മേടിക്കാം. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ 2,000 ഇനി ബാക്കിയുള്ളത് ഫുള്ള് സിബിൽ സ്കോറിനെ ആസ്പദമാക്കിയിട്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്, ലാൻഡ് ടാക്സ് വേണം അല്ലെങ്കിൽ സിബിൽ വേണം കേട്ടോ. ലാൻഡ് ടാക്സ് അടച്ച ക്ലാസ് വേണം അല്ലെങ്കിൽ സിബിൽ വേണം. എന്നാലാണ് ഈ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് ലോൺ ഇടാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ കേട്ടോ. താല്പര്യമുള്ളവർ എത്രയും വേഗം കാണുന്ന നമ്പറിൽ വിളിക്കുക. വില വെച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം സ്വന്തമാക്കി കേട്ടോ.